എൻ്റെ കൗൺസിലിംഗ് പഠനകാലത്ത് ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫൺ പ്ലഷർ പോലെയൊക്കെയുള്ള ഒത്തുകൂടലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും വളരെ തമാശയൊക്കെ പറയുകയും ചിരിക്കുകയും പല ഗെയിംസ് ഇങ്ങനെയൊക്കെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഡ്രസ്സിങ് പോലും എല്ലാവരും ഒരു പാർട്ടി രീതിയിലുള്ള ഡ്രസ്സിങ് ആയിരിക്കും. അപ്പോൾ അതിലൊരാളുണ്ടായിരുന്നു വളരെ ഫോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും വളരെ വിഷമിച്ചായിരിക്കും ഒന്ന് ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ പിന്നീട് ഞങ്ങളുടെ ഒരു തെറാപ്പി സെഷനിലൊക്കെ വന്നപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, എനിക്കും നിങ്ങളെപ്പോലെ എല്ലാം ഫ്രീ ആയിട്ട് കളിക്കണം ചിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ചൈൽഡ്ഹുഡ് അനലൈസ് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കും, 5-6 വയസ്സൊക്കെ ഉള്ള കാലഘട്ടങ്ങളിൽ കളിക്കാൻ പോയിട്ട് വരുമ്പോൾ ഡ്രസ്സിൽ അഴുക്കാകുമ്പോൾ അമ്മ പിടിച്ചിട്ട് അടിക്കും. എന്തിനാണ് ഈ ഡ്രസ്സിൽ അഴുക്കാക്കിയത്? അപ്പോൾ കുട്ടികൾ കളിച്ചിട്ട് മണ്ണും പൊടിയും ഒക്കെ കാണുമല്ലോ, ഷൂസിലൊക്കെ അഴുക്കൊക്കെ കാണുമല്ലോ, ഇതിന് നല്ല അടി കിട്ടുമായിരുന്നു. അപ്പോൾ ഇവൻ പിന്നെ കളിക്കാൻ പോകുമ്പോൾ പേടിച്ചിട്ടാണ്, കാര്യം ഡ്രസ്സിലൊന്നും അഴുക്കാവരുത്, പേടിച്ചിട്ടാണ് അങ്ങനെ ഒരു വരിഞ്ഞു മുറുകിയ രീതിയിലുള്ളൊരവസ്ഥയിലാണ് തിരികെ കയറി വരുന്നത്. അപ്പോൾ അഡൽട്ടായി കഴിയുമ്പോഴും ഇയാൾക്ക് ആ ഫ്രീ സെൽഫിലാവാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ ഒരു ചങ്ങലയിട്ട് കെട്ടിപ്പൂട്ടി വെച്ചേക്കുന്നത് പോലെ ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് കോൺഷ്യസ് ആയിട്ട് റീഡിസിഷൻ തെറാപ്പിയിലൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ അയാൾ ആ ചൈൽഡ്ഹുഡിൽ അമ്മ കൊടുത്ത ആ ബന്ധനത്തിൽ അതിൽ ബ്രേക്ക് ചെയ്തിട്ട് അയാൾ ഫ്രീ സെൽഫിലേക്ക് അയാൾ വന്നു എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ചൈൽഡ്ഹുഡിൽ കിട്ടുന്ന ചില മെസ്സേജുകൾ നമ്മളെ അഡൾട്ട് ലൈഫിലും വളരെ സ്ട്രോങ് ആയിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനെ പല ബന്ധനങ്ങൾ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റീഡിസൈഡ് ചെയ്ത് ജീവിക്കാവുന്നതാണ്.